നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റതിനെ തുടർന്ന് ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തലശ്ശേരി SP ഓഫീസിൽ നടന്ന ചർച്ചയിൽ സമരം നിർത്തിവെക്കാൻ ധാരണയായെന്ന് യൂണിയൻ നേതാക്കൾ പറയുമ്പോൾ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3 കിലോയോളം കഞ്ചാവ് കണ്ടെത്തി. കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ പോലീസ് 2ാം പ്ലാറ്റ്ഫോമിൽ നടത്തിയ പരിശോധനയിൽ. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളായ 4 അംഗ സംഘത്തെ തലശ്ശേരി പോലീസ് പിടികൂടി. വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരുമെന്ന് പോലീസ്. സംഘപരിവാറിന്റെ വേട്ടയ്ക്കിരയാകുന്ന തിരുവസ്ത്രധാരികളായ ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് മുനിസിപ്പൽ തല സമ്മേളനങ്ങൾ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റതിനെ തുടർന്ന് ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തലശ്ശേരി ASP ഓഫീസിൽ നടന്ന ചർച്ചയിൽ സമരം നിർത്തിവെക്കാൻ ധാരണയായെന്ന് യൂണിയൻ നേതാക്കൾ പറയുമ്പോൾ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്നാണ് ബസ് തൊഴിലാളികളുടെ വാദം. ജില്ലയിൽ വിവിധ റൂട്ടുകളിൽ നടത്തിവന്ന സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിച്ചെന്ന് ചർച്ചയിൽ തീരുമാനമുണ്ടായിട്ടും അനിശ്ചിതത്വം തുടരുന്നു. ബസ് തൊഴിലാളികൾ, സംയുക്ത തൊഴിലാളി യൂണിയൻ, ബസ് ഉടമകൾ എന്നിവർ തലശ്ശേരി ASP PB കിരൺ IPSന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് പണിമുടക്ക് പിൻവലിക്കാൻ ധാരണയായത്. മുഖ്യ പ്രതികൾക്കെതിരെ കാപ്പയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ASP ഉറപ്പു നൽകിയതായും പൊതുജനങ്ങൾക്കാകെ ബസ് സമരം ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ബസ് സമരത്തിൽ നിന്നും പിന്മാറുന്നതായും BMS CITU നേതാക്കൾ വ്യക്തമാക്കി. ചർച്ചയുടെ കാര്യങ്ങൾ CITUവിൻ്റെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. BMSും ASP എടുത്ത നിലപാടിനൊപ്പമാണ്. കാരണം ഈ തൊഴിലാളിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായ ആ മർദ്ദനം അത് മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിച്ചൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ചുക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ASP ചില കാര്യങ്ങളും കൂടി സൂചിപ്പിക്കുകയുണ്ടായി. ഈ കേസിൽ 8ഓളം കേസുകളിൽ പ്രതിയായ ഒരാൾ പോലും അതിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ കാപ്പ പോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചേർത്തുകൊണ്ട് അവരെ ഈ കേസിൽ പ്രതിയേർക്കുന്നതായിരിക്കും എന്നുള്ള അറിയിപ്പും ASP തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം അവർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ BMSും ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നാളെ പതിവ് പോലെ യാത്ര ആരംഭിക്കുന്നതായിരിക്കും കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും എന്നാണ് BMSന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ട്രേഡ് യൂണിയൻ മേഖലയിലുള്ള എല്ലാ സംഘടനകളും അതേപോലെ തന്നെ തൊഴിലാളികളും അതേപോലെ ഉടമ സംഘടനയുടെ പ്രതിനിധികളുമാണ് ഇന്നിവിടെ ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പോൾ ചർച്ചയിൽ ACP പറഞ്ഞിട്ടുള്ളത് ഈ വിഷ്ണുവിനെ അടിച്ച ക്രിമിനലുകൾക്കെതിരെ 9ഓളം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. 9 ആളിൽ 2 ആളെയാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാത്ത വകുപ്പാണ്. 7ഓളം വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്യാനുള്ള ക്രിമിനലുകളാണ്. ജില്ലയ്ക്ക് പുറത്ത് പല സ്ഥലങ്ങളിലാണ് ഒളിത്താവളത്തിലാണ് ഉള്ളത്. അവരെല്ലാം പിടിക്കാനുള്ള സംവിധാനം ഒരുക്കി വലവിച്ച് അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ ഈ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ ബസ് തുടർന്ന് ഈ പണിമുടക്ക് നാളെ മുതൽ ബസ് ഓടിക്കാനും പണിമുടക്ക് പിൻവലിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയന് അതും തൊഴിലാളികൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ബസ്സുകൾ ഓടിക്കാനുള്ള സംവിധാനം ഉടമകളും പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളി സംഘടനകളും അതിനനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഞങ്ങൾ വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ വിഷ്ണുവിനെ അടിച്ച കുറ്റക്കാർക്കെതിരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ഏതറ്റം വരെ പോകുന്നതിനും ട്രേഡ് യൂണിയൻ്റെയും ബസ് ഉടമകളും എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറ്റാവുന്ന എല്ലാ അവരെ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും
കാപ്പ വരെ ചുമത്തുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. അവരിനി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങുന്ന രീതിയിലേക്കല്ല ഉണ്ടാവുക. അറസ്റ്റ് ചെയ്താൽ തന്നെ കാപ്പ ചുമത്തിക്കൊണ്ട് വീണ്ടും ജയിലടക്കുന്ന രീതിയിലേക്കുള്ള വകുപ്പുകൾ ചേർക്കാനാണ് തന്നിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച 11 മണിയോടെ ASP ഓഫീസിൽ ആരംഭിച്ച ചർച്ച 2 മണിയോടെയാണ് അവസാനിച്ചത്. അതേസമയം കണ്ടക്ടർ വിഷ്ണുവിനെ മർദ്ദിച്ച മുഖ്യപ്രതികളെ പിടികൂടണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും ബസ് സമരം തുടരുക തന്നെ ചെയ്യുമെന്നും തൊഴിലാളികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇൻസ്പെക്ടർമാരായ ബിജു പ്രകാശ്, KV മഹേഷ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. അതേസമയം തലശ്ശേരി പാനൂർ മേഖലകളിൽ നടന്ന ബസ് പണിമുടക്ക് യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ വലച്ചു. ദീർഘദൂര ബസ്സുകളും സർവീസ് നടത്തിയില്ലെന്നത് ജനത്തിന് കൂടുതൽ ആഘാതമായി. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതിനുണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കായി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലുകൊണ്ടാണ് ഞാൻ കോഴിക്കോടേക്ക് പോകുന്നത്. ഞാൻ കൂത്തുറമ്പ് ഭാഗത്തായിരുന്നു. ഇവിടെ വരുന്ന വണ്ടി ഉണ്ടായിരുന്നു ജീപ്പിൽ. പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഞാൻ അറിഞ്ഞില്ലായിരുന്നു, പെട്ടെന്ന് ബസ് സമരമായിരുന്നു. ഇനിയിപ്പം പോകാൻ ബുദ്ധിമുട്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ ഇല്ല, പിന്നീട് അറിഞ്ഞു. 2 ട്രെയിൻ ബുക്ക് ചെയ്തില്ല. പുറത്തിറങ്ങിയാലും അറിഞ്ഞ ഓട്ടോന് രാവിലെ വന്നേരം ബസ്സില്ല. ഇനിയും സമരം തുടരുമോ എന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവച്ചു. തലശ്ശേരി മേഖലയിലെ ബസ് സമരം തലശ്ശേരി ASP ഓഫീസിൽ നടന്ന ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചതാണെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ തെറ്റാണെന്നും തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശനിയാഴ്ച മുതൽ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തലശ്ശേരി ASPയുടെ സാന്നിധ്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ബസ് ഉടമസ്ഥ സംഘടനാ പ്രതിനിധികളും വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും തൊഴിലാളികളും സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തി സമരം പിൻവലിച്ചതാണ്. തീരുമാനത്തിന് ശേഷം തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സമരം പിൻവലിച്ചിട്ടില്ല എന്ന വ്യാജ പ്രചരണം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് തെറ്റായ പ്രചരണമാണെന്നും മുഴുവൻ റൂട്ടുകളിലെയും ബസ്സുകൾ ശനിയാഴ്ച സർവീസ് നടത്തുമെന്നും അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3 കിലോയോളം കഞ്ചാവ് പിടികൂടി. റെയിൽവേ പോലീസ് 2ാം പ്ലാറ്റ്ഫോമിൽ നടത്തിയ പരിശോധനയിലാണ് ഉപേക്ഷിച്ച ബാഗിൽ കഞ്ചാവ് കണ്ടെത്തിയത്. തലശ്ശേരി RPFും കൂത്തുപറമ്പ് റേഞ്ച് എക്സൈസ് വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 1,37,500 രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കണ്ടെടുത്തത്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കും. എക്സൈസ് ഇൻസ്പെക്ടർ AK വിജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ U ഷാജി, CPOമാരായ CP ഷാജി, K ബിജു, AC വിഷ്ണു, RPF SI KV മനോജ് കുമാർ, RPF ഉദ്യോഗസ്ഥനായ ETK പവിത്രൻ, തലശ്ശേരി ട്രാഫിക് പോലീസിലെ അഖിലേഷ്, നിപുൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളായ 4-അംഗ സംഘത്തെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കാരപ്പറമ്പ് മുണ്ടയോടി താഴെ ജോഷിത്ത്, മുക്കം കൂടരഞ്ഞി കുന്നാത്തൊടി ബിനോയ്, കുന്നമംഗലം സ്വദേശിയായ മുജീബ്, വയനാട് മീനങ്ങാടിയിലെ റിബ്ഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. മുജീബും ബിനോയും വിവിധ ജില്ലകളിലായി 50-ലധികം കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. ജോഷിത്ത് 30-ലേറെ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. മോഷണസാധനങ്ങൾ കൈമാറി വിൽപ്പന നടത്തുന്നതാണ് റിബ്ഷാദിനെതിരായ കുറ്റം. തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരുവങ്ങാട്ടെ ഡോക്ടർ പ്രസന്നാബായിയുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് മോഷണശ്രമം നടത്തിയതും തലശ്ശേരി ടൗണിലെ ഹൈടെക് സ്റ്റുഡിയോവിലും തിരുവങ്ങാട് കിഴക്കേടം ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്നതും ഈ സംഘങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു. ജൂലൈ 5-ന് തിരുവങ്ങാട്ടെ ഡോക്ടർ പ്രസന്നബായിയുടെ വീട്ടിലേക്ക് സംഘം അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച കേസിൽ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ മുഖംമൂടി ധരിച്ച 2 പേരെ കണ്ടത് അന്വേഷണത്തിന് വഴികാട്ടിയായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുജീബിനെ പോലീസ് പിടികൂടിയത്. ഈ കേസിൽ ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കുറ്റസമ്മതം നടത്തുകയും അങ്ങനെ ഈ അമ്പലത്തിലെ മോഷണം നടന്ന് ദിവസങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ നമ്മൾ പ്രതിയെ തിരിച്ചറിയുകയും ദിവസങ്ങൾക്കകം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കളവ് കേസിൽ വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് ഈ സ്ക്വാഡുകളും ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കമ്മീഷണറുടെയും ASPയുടെയും നിർദ്ദേശപ്രകാരം മാർഗനിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്ന് തിരിച്ച് കോഴിക്കോട് വേറെ അതിൽ എൻ്റെ തൊട്ട് തലേ ദിവസം റിപ്പോർട്ടായ ഒരു
സ്റ്റുഡിയോ നടന്ന ഫിലിം ടെക് എന്ന സ്റ്റുഡിയോയിൽ നടന്നൊരു കളവ് കേസിലെ പ്രതിയെക്കുറിച്ചും ഈ സ്ഫോടനങ്ങൾ അന്വേഷിച്ച് ഇവിടെയുള്ള മനോജസയും അതുപോലെ പ്രശോഭും അവരെ ഈ കേസ് അന്വേഷിക്കാൻ വിട്ടിരുന്നു. ഏകദേശം ആ കേസിലെയും പ്രതിയെ നമ്മൾ കോഴിക്കോട് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നാൽ അവർ കോഴിക്കോട് പരിസരങ്ങളിലും കറങ്ങി നടക്കുന്നതായ ഒരു വിവരം കിട്ടി. നമ്മൾ സൈബർ സെല്ലിൻ്റെയും മറ്റും സഹായത്തോടെ അവർ കോഴിക്കോട് നഗരത്തിലുണ്ട് എന്ന സ്ഥിരീകരണം നമുക്ക് ലഭിച്ച് കോഴിക്കോടുള്ള പോലീസിലെ സ്ക്വാഡുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഏറെ വൈകി ഇന്നലെ രാത്രി നമ്മൾ ഒരുപാട് അന്വേഷണം നടത്തി നമ്മൾ കണ്ടെത്തുകയും പ്രതികളെ അതിൽ ബിനോയിയാണ് ഈ ഫിലിം ടെക് സ്റ്റുഡിയോയിലെ മോഷണം നടത്തിയത്. ബിനോയ് ഏകദേശം 50-ന് മുകളിൽ കേസിലെ പ്രതിയാണ്. ഏകദേശം മോഷണ കേസും അതുപോലെ ഡ്രഗ്സ് കേസും ഡ്രഗ് ഉപയോഗിക്കുന്ന പ്രവർത്തനക്കാരനാണ് ബിനോയ്. ഡ്രഗ് കേസ് ഒരു 50-ന് മുകളിൽ കേസ് ബിനോയ്ക്കുണ്ട്. നേരത്തെ പറഞ്ഞ ജോഷിത്ത് ഏകദേശം 30ഓളം കേസുകളിലെ പ്രതിയാണ്. അവൻ കാപ്പ കൊടുത്ത് കാപ്പക്ക് പുറത്തിറങ്ങിയ സമയത്താണ് ഈ ഓഫൻസ് നടത്തിയത്. ബിനോയ് അതുപോലെ ബിനോയൊക്കെ പുറത്തിറങ്ങിയാൽ ഒട്ടനവധി ഈ ഏകദേശം വിവിധ നഗരങ്ങളിലായി ഒരു കളവ് നടത്തുന്ന ഹാബിച്വൽ ഒഫൻഡറാണ്. ജയിൽ റിലീസായാൽ വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ് ഇവരുടെ പൊതുവെ ഒരു മോഡസ്. അങ്ങനെ ആ ബിനോയിയെ നമ്മൾ ഈ കേസിലേക്ക് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഈ ഫിലിം ടെക്കിൻ്റെ അന്ന് അവിടെ നിന്ന് ഒരു മൊബൈൽ മോഷണം പോയിരുന്നു. ആ മോഷണം പോയത് വിൽക്കുന്നതിന് പിന്നെ അവൻ്റെ ഒരു കോ അക്യൂസ്ഡായ ഒരു റിക്ഷാദിന് ഏൽപ്പിക്കുകയും റിക്ഷാദിന് വിറ്റാൽ പാതി പണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് റിക്ഷാദിനെ ഏൽപ്പിച്ചു. റിക്ഷാദും ഇങ്ങനെ മോഡസുള്ള ഒരു പ്രതിയാണ്. ആ റിക്ഷാദിനെയും ഈ കേസിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അതിന് മുന്നേ ഈ പറഞ്ഞ ഒരു തിരുവങ്ങാട് അമ്പലത്തിനടുത്ത് ഒരു ഡോക്ടറുടെ വീട്ടിൽ പകല് ഒരു പ്രസന്നാബായി ഡോക്ടറുടെ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് മക്കളെ കൂടെ കോഴിക്കോടാണ് താമസം. വീട് പൂട്ടിക്കിടക്കുന്ന വീടാണ്. ഒരു ദിവസം ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി വീട് കൂട്ടിപ്പോയ സമയത്ത് 4:30 മണിയോടുകൂടിയാണ് ഏകദേശം ഈ ഒരു 2 പേർ ബൈക്കിൽ രണ്ടാളും ഹെൽമെറ്റ് ഇട്ട് മോഷണ ശ്രമം നടത്തിയത്. ചില ക്യാമറ ഫുട്ടേജുകളും വാഹനത്തിൻ്റെ നമ്പറൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഏകദേശം ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ബിനോയെ പിടിക്കുന്ന സമയം ബിനോയുടെ ഒപ്പം ഉള്ളതായ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഈ സ്ഫോടനങ്ങളുടെയൊക്കെ സഹകരണത്തോടെ ഒരു മുജീബ് ഈ കേസിലേക്ക് മുജീബിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മാഹി കുടുംബാരോഗ്യ മേഖല മാതൃകാപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന സംവിധാനമാണ് മയ്യഴി കൈവരിച്ചതെന്നും രമേശ് പറമ്പത്ത് MLA. മാഹി CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ KE മൊയ്തു സാഹിബിന്റെ സ്മരണാർത്ഥം നൽകുന്ന വീൽ ചെയറുകളുടെ കൈമാറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MLA. 500ഓളം ഔട്ട് പേഷ്യന്റ് വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1200ഓളം ഔട്ട് പേഷ്യന്റുകളാണ് ആശുപത്രി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ജനബാഹുല്യത്തിനനുസരിച്ച് രോഗികളുടെ അപേക്ഷ പ്രകാരം മാഹി ആശുപത്രിയുടെ സംവിധാനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന് മുഖ്യമന്ത്രി രംഗസ്വാമിയുടെയും മാഹി ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഇസാഖിന്റെയും പിന്തുണ ഉണ്ടെന്നും MLA പറഞ്ഞു. മാഹി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്, മുന്നോട്ടുള്ള പോക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഒരു ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ നിയമാവലിക്കുള്ളിലുള്ള ഡോക്ടർമാരൊക്കെ ഇവിടെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അനസ്തേഷ്യ ആയാലും ബോൺ സ്പെഷ്യലിസ്റ്റ് ആയാലും ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയാലും ജനറൽ മെഡിസിൻ ആയാലും അങ്ങനെ എല്ലാ വിഭാഗത്തിലെ ഡോക്ടർമാരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഞാനത് കാണുന്നത് ഈ ആശുപത്രി മുന്നോട്ട് പോകണം, എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഉപകാരം ലഭ്യമാകണം എന്ന് മനസ്സിലുറച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഇഷാഖും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന ഒട്ടനവധി ഡോക്ടർമാരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയും അത് പോണ്ടിച്ചേരി ഡെപ്യൂട്ടി ഡയറക്ടർ ആയാലും അതേപോലെ തന്നെ DMS ആയാലും സെക്രട്ടറി ആയാലും ആരോഗ്യമന്ത്രി കൂടിയായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും ഒരേ മനസ്സോടുകൂടിയാണ് ഇന്ന് ഈ ആശുപത്രിയെ കാണുന്നത്. AV യൂസഫ് അധ്യക്ഷനായി. ഡോക്ടർ AP ഇസ്ഹാഖ്, ഡോക്ടർ ശ്രീജിത്ത്, ബഷീർ, റഷീദ് മാഹി, VC മാമു, TK വസീം, AB സിദ്ദിഖ് ഹാജി, ഷംസുദ്ദീൻ മഞ്ചക്കൽ, KE മജ്റൂഹ് എന്നിവർ സംസാരിച്ചു. AV അൻസാർ സ്വാഗതവും EK മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. മുഹമ്മദ് താഹ, റിഷാദ് കൂടാളി, സക്കീർ, മുഹമ്മദ് റംസാൻ എന്നിവർ നേതൃത്വം നൽകി. സംഘപരിവാറിന്റെ വേട്ടയ്ക്കിരയാകുന്ന തിരുവസ്ത്രധാരികളായ ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്.
അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് മുനിസിപ്പൽ തല സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും സേവന വണ്ടി സമർപ്പണവും തലശ്ശേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ലീഗ് മുനിസിപ്പൽ പഞ്ചായത്ത് തല സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരി നടന്നു. പ്രൗഢമായ ചടങ്ങുകളോടെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരിയിൽ സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് തലശ്ശേരിയിൽ വമ്പിച്ച പ്രകടനം നടന്നു. തലശ്ശേരി ഇന്ദിര പാർക്കിൽ നിന്നും ആരംഭിച്ച യുവജന റാലിക്ക് അഫ്സൽ മട്ടാമ്പ്രം, ഖാലിദ് കൈവട്ടം, തഷ്രീഫ്, മുഹമ്മദ് സാഹിദ്, KC തൻസി, റാഷിദ ടീച്ചർ, റുബ്സീന തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾ മുഴുവനും നിർബന്ധിത മതപരിവർത്തനം നടത്താൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. ഇതല്ലേ BJPയുടെ അഭിപ്രായം? ഇതല്ലേ സംഘപരിവാരങ്ങളുടെ അഭിപ്രായം? തലശ്ശേരിയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനം ഈ രാജ്യത്തെ സംഘപരിവാരങ്ങളുടെ വേട്ടക്കിരയാകുന്ന ആയിരക്കണക്കിന് വരുന്ന തിരുവസ്ത്രധാരികളായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം അറിയിക്കാൻ ഈ സമ്മേളനം ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യം ഒറ്റക്കെട്ടായി നിങ്ങളുടെ കൂടെയുണ്ട്. സംഘപരിവാരമല്ല ഇന്ത്യ, RSS അല്ല ഇന്ത്യ, BJP അല്ല ഇന്ത്യ. BJPക്ക് ആകെ 34-35% വോട്ട് കിട്ടി. ജനാധിപത്യത്തിന്റെ ചില ലൂപ്പുകൾ കൊണ്ട് അവർ ഭരിക്കുന്നു എന്ന് മാത്രം. മഹാഭൂരിപക്ഷം അപ്പുറത്ത് നിൽക്കുകയാണ്. അത് തിരിച്ചറിയാൻ ഏതെങ്കിലും ക്രൈസ്തവ സമുദായത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരുകൂടി തയ്യാറാകണം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താൻ കൂടി ഈ സമ്മേളനം ഉദ്ദേശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അവർ ഇനിയും വരും. ക്രിസ്മസിന് കേക്കുമായി വരും. തൃശ്ശൂരിലെ ഒരു പിതാവ് പറഞ്ഞതുപോലെ മാല ചാർത്തും, കൈ പൊക്കും, കൈ താഴ്ത്തും, മാമോദിസ മുക്കും അവിടെ ഉണ്ടാകും, മരിച്ചാലുണ്ടാകും, കല്യാണത്തിനുണ്ടാകും. അതൊക്കെ വോട്ടിന് വേണ്ടി മാത്രമാണ്. അവരുടെ ഉള്ളിലുള്ളത് ഗോൾവാൾക്കർ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഗോൾവാൾക്കർ വിചാരധാരയിൽ എന്താ പറഞ്ഞത്? നമുക്ക് 3 ശത്രുക്കളുണ്ട്. ഒന്നാമത്തെ ശത്രുക്കൾ മുസ്ലിങ്ങൾ, രണ്ടാമത്തെ ശത്രുക്കൾ ക്രൈസ്തവർ, മൂന്നാമത്തെ ശത്രുക്കൾ അതിനെ പേടിക്കേണ്ട കാര്യമില്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പേടിക്കേണ്ടതില്ല. ഇത് ഗോൾവാൾക്കർ വിചാരധാരയിൽ കൃത്യമായി എഴുതി വെച്ചതാണ്. അതുകൊണ്ട് കപട നാടകങ്ങളുമായി കടന്നു വരുന്ന ഈ സംഘപരിവാർ താല്പര്യങ്ങളെ തിരിച്ചറിയാൻ ക്രൈസ്തവ സമുദായത്തിന് സാധിക്കണം എന്ന് ഈ സമ്മേളനം ഓർമ്മപ്പെടുത്താണ്. സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ P. വയനാട് മുഖ്യപ്രഭാഷണം നടത്തി. അഷ്റഫ് എടനീർ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ലത്തീഫ്, നസീർ നെല്ലൂർ, PC നസീർ, AK ആബൂട്ടി ഹാജി, ഷാനിദ് മേക്കുന്ന്, N. മഹമ്മൂദ്, ബഷീർ ചെറിയാണ്ടി, റഷീദ് തലായി, തഫ്ലീം മാണിയാട്ട്, ഫൈസൽ പുനത്തിൽ, CKP മമ്മു, തസ്ലിം ചേറ്റങ്കുന്ന്, KK ഷിനോജ്, അലി മംഗം, ഷബീർ എടയന്നൂർ, അഷ്കർ കണ്ണാടിപ്പറമ്പ്, ഷാക്കിർ ആഡൂർ, N. മൂസ, ഖാലിദ് മാസ്റ്റർ, റഷീദ് കരിയാടൻ, പാലക്കൽ സാഹിർ, സുലൈമാൻ പെരിങ്ങാടി, ഷഹബാസ് കായത്ത്, KC ഷബീർ, മജീദ് മട്ടാമ്പ്രം, ദിൽഷാദ്, AK ഷുഹൈബ്, AK അഫ്സൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വാഹനത്തിന്റെ കൈമാറ്റവും ഇതോടൊപ്പം നടന്നു. നാട്ടിലെ ശനി അകറ്റി ഐശ്വര്യം കൈവരാനായി മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ കെട്ടിയാടി. ചേരമാൻ പെരുമാളിന്റെ കാലത്ത് നാട്ടിലുണ്ടായ പകർച്ചവ്യാധികൾ പിടിപെട്ട് ക്ഷേത്രങ്ങളിൽ പൂജ മുടങ്ങുന്നതും ശനിയും അകറ്റാൻ പ്രശ്നം വെച്ചപ്പോൾ പരിഹാരത്തിനായി മാരിത്തെയ്യം കെട്ടിയാടിക്കണമെന്നും ഇതിനായി പുലയ സമുദായത്തിലെ പൊള്ളയെ നിയോഗിച്ചെന്നുമാണ് ഐതിഹ്യം.
16 വർഷങ്ങളായി മുടങ്ങാതെ അവകാശികളായ തെക്കൻ പൊള്ളയായ മുട്ടുകണ്ടിയിലെ തെക്കൻ ഗോപാലിന്റെ നേതൃത്വത്തിലാണ് മാടായിക്കാവിൽ മാരിത്തെയ്യം കെട്ടിയാടി വരുന്നത്. മാരിക്കലിയൻ, മാമായക്കലിയൻ, മാരിക്കലിച്ചി, മാമായക്കലിച്ചി, മാരിഗുളികൻ, മാമായഗുളികൻ എന്നീ 6ഓളം തെയ്യങ്ങളാണ് കെട്ടിയാടിയത്. അന്തരിച്ച പ്രശസ്ത തെയ്യം കലാകാരനും ചിമ്മാനക്കളി ആചാര്യനുമായിരുന്ന കൊയിലേരിയൻ കുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കെട്ടിയാടിയത്. 2 വർഷമായി ചെറുകുന്ന് സ്വദേശി CH ബാബുവാണ് നേതൃത്വം വഹിക്കുന്നത്. തുടിയുടെയും ചേങ്ങിലയുടെയും താളത്തിൽ ഉയരുന്ന മാരിപ്പാട്ട് വാമൊഴിയാണ്. പഴയങ്ങാടി, മുടുകണ്ടി എന്നിവിടങ്ങളിലെ വീടുകളിൽ കെട്ടിയാടി. വൈകിട്ടോടെ പഴയങ്ങാടി പുഴയിൽ ശനിയൊഴുക്കി. മാടായിക്കാവിൽ മാരിത്തെയ്യം കാണാൻ വൻ ജനക്കൂട്ടമാണ് എത്തിയത്. മാരിത്തെയ്യങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ മാരി അകറ്റാൻ കർക്കിടകം 16 മാടായിക്കാവിൽ നിന്ന് തിരിയും അരിയും വാങ്ങിച്ചുകൊണ്ടാണ് മാരി അകറ്റുന്നതിന്റെ മാരിത്തെയ്യങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ മാരിത്തെയ്യങ്ങൾ ജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഉള്ള എവിടെയാണ് അധികാരിയുടെ സ്ഥാനത്ത് പോയി കടലിലോ പുഴയിലോ ഒഴുകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. മാസത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാതരം വ്യാധികളിൽ നിന്നും എല്ലാതരം മാരികളിൽ നിന്നും അവരെ രക്ഷിക്കുക എന്ന കൺസെപ്റ്റാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ തീർച്ചയായും നമുക്ക് വളരെ നല്ലൊരു അനുഭവമാണ്. കർക്കിടകം 16 വെള്ളിയാഴ്ച രാവിലെ മുതൽ മൊട്ടാമ്പ്രം, വേങ്ങര എന്നിവിടങ്ങളിലും സമുദായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ മാരിത്തെയ്യങ്ങൾ കെട്ടിയാടിയിരുന്നു. പാനൂർ നഗരസഭയിലെ പടന്നക്കര മോന്താൽ തീരദേശ റോഡിൽ മാലിന്യം റോഡിലേക്കും പുഴയിലേക്കും തോടുകളിലേക്കും വലിച്ചെറിയുന്നത് പതിവാകുന്നു. നഗരസഭ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. പടന്നക്കര മോന്താൽ തീരദേശ റോഡിലാണ് മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയായിരിക്കുന്നത്. ഇതിനെതിരെ നഗരസഭ മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്നും പിഴ ഈടാക്കി തുടങ്ങിയെങ്കിലും മാലിന്യം തള്ളുന്നതിൽ ഒരു കുറവുമില്ല. ഈ പ്രദേശത്തെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കാൻ പ്രദേശത്തെ സീനിയർ സിറ്റിസൺസിന്റെ നേതൃത്വത്തിൽ പുഷ്പ ഫലവൃക്ഷങ്ങൾ റോഡരികിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതും നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇവിടം മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ മോന്താൽ പടന്നക്കര തീരദേശ റോഡിന് ഇരുവശവും വലിയ തോതിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു പരാതി പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഡേറ്റ് കഴിഞ്ഞ കാലാവധി കഴിഞ്ഞ കുറേ മരുന്നുകളും ഇതേമാതിരി റോഡ് സൈഡിൽ നിക്ഷേപിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ വേസ്റ്റ് പരിശോധിച്ചതിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ചില അഡ്രസ്സുകൾ വെച്ച് നമ്മളവരെ കോണ്ടാക്ട് ചെയ്യുകയും 3ഓളം ഈ വേസ്റ്റ് നിക്ഷേപിച്ച 3 പേർക്ക് നമ്മുടെ നഗരസഭ പാനൂർ നഗരസഭ സഭയിൽ നിന്ന് നമുക്ക് ഫൈൻ അടപ്പിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us.
ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്ന ചെമ്പാട്ടെ കേളു മാസ്റ്ററെ അനുസ്മരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി.
കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്ന ചമ്പാട് കുണ്ടുകുളങ്ങരയിലെ കെ കേളുമാസ്റ്ററുടെ 9ാം ചരമവാർഷികാചരണം നടന്നു. നേതാക്കളും പ്രവർത്തകരും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ഭാർഗവൻ അധ്യക്ഷനായി. പവിത്രൻ കുന്നോത്ത്, വി പി മോഹനൻ, കെ ചന്ദ്രബാബു, എം കെ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. ടി പി സുരേന്ദ്രൻ, എം വിനോദ് കുമാർ, പുരുഷോത്തമൻ, കെ സജീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഞാൻ എപ്പോഴും പാർട്ടിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്ന ഒരു വീടാണ് കേളുമാഷ വീട്. കുണ്ടോളങ്ങര എന്ന് പറഞ്ഞാൽ കേളുമാഷ വീടാണ് ആദ്യം ഓർമ്മിക്കുക. അവിടെ വന്നിട്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്, ആരോടൊക്കെ പറയണമെന്നുള്ള ചർച്ചകൾ നടത്തിക്കുന്ന ഒരു വീടായിരുന്നു. കേളുമാഷയെ സംബന്ധിച്ചിടത്തോളം കേളുമാഷ എനിക്കറിയുന്ന 4 മക്കളാണ്, 4 ആമക്കളാണ്. ആ 4 ആമക്കളെയും പാർട്ടിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പാർട്ടിയിലേക്കും പോകാത്ത ഈ മണ്ഡലം. ഓണത്തിനു മുൻപേ വയലറ്റ് പൂക്കളുടെ മനോഹാരിത തീർത്ത് കാക്കപ്പൂ നിറഞ്ഞിരിക്കുകയാണ് മാടായിക്കാവിൽ. ഓണത്തിന്റെ വരവറിയിച്ച് ഏക്കറു കണക്കിനോളം സ്ഥലത്താണ് കാക്കപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത്. കണ്ണൂർ മാടായിപ്പാറയിലാണ് പ്രകൃതിയുടെ ഈ ദൃശ്യവിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. ഓണക്കാലമാവുമ്പോൾ കുട്ടികളും വലിയവരുമെല്ലാം ഒരുമിച്ച് ഒത്തുകൂടി കാക്കപ്പൂ പറിക്കാൻ വരുന്ന സ്ഥലമാണ് മാടായിപ്പാറ. ഏക്കർ കണക്കിനോളം സ്ഥലത്താണ് കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത്. സ്കൂൾ സ്ഥാപക ദിനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുല്ലിയോട് ഗവൺമെന്റ് LP സ്കൂൾ അധികാരികളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും പദ്ധതിക്ക് തുടക്കമായി. ഭക്ഷണത്തിന് പുറമെ കോഴിയിറച്ചിയോട് കൂടിയ ഉച്ചഭക്ഷണവുമാണ് കുട്ടികൾക്കായി ഒരുക്കുന്നത്. സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുല്ലിയോട് ഗവൺമെന്റ് LP സ്കൂൾ അധികൃതർ ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും പദ്ധതി ഒരുക്കിയത്. ലഘുഭക്ഷണത്തിന് പുറമെ കോഴിയിറച്ചിയോട് കൂടിയ ഉച്ചഭക്ഷണവുമാണ് കുട്ടികൾക്കായി ഒരുക്കുന്നത്. ഭക്ഷണത്തിലൂടെ ആരോഗ്യം, ശിക്ഷണത്തിലൂടെ വിദ്യാഭ്യാസം എന്നീ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് ഒരു റോഡ് മുറിച്ചു കടക്കേണ്ടത് എന്ന് അവർ പഠിപ്പിക്കുന്നു. ലഹരി ഉപയോഗിച്ചാൽ എന്ത് അപകടമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് അവർ പഠിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങി സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ നമ്മുടെ കുട്ടികൾ വഴിതെറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് 2 ആഴ്ചക്കാലം നടന്നത്. ചിലർ ചോദിച്ചത് ഇതിങ്ങനെ നടത്തിയത് കൊണ്ട് എന്താണ് കാര്യം? 2 ആഴ്ചക്കാലം ഇങ്ങനെ ഒരു കാര്യം നടത്തിയതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് നമുക്ക് നേട്ടമുള്ളത്? 2 ആഴ്ചക്കാലം നടത്തി അവസാനിപ്പിക്കാനല്ല തീരുമാനിച്ചത്. വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി ഒരു അധ്യയന വർഷം മുഴുവൻ ഇത്തരത്തിലുള്ള ക്ലാസുകൾ ചെറുതും വലുതുമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടും. പക്ഷെ ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് ഒരു കുട്ടി ആദ്യമായി സ്കൂൾ തുറന്ന് കടന്നു വന്നാൽ അവൻ കാണുന്ന, അവൻ പേടിയോടെ ഒരു പക്ഷെ നോക്കുന്ന സ്കൂളിലെ പാഠപുസ്തകങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി അവൻ ആ വന്നു ചേരുന്ന സമയത്ത് പഠിക്കുന്നത് ഈ നാട്ടിലെ പൊതുവായ ചില കാര്യങ്ങളെ കുറിച്ചാണ്. അതവൻ്റെ മനസ്സിലുണ്ടാക്കുന്ന താല്പര്യവും അതിനോടുള്ള ഇടപെടൽ രീതിയും വേറൊരു അർത്ഥത്തിലേക്ക് ചലിപ്പിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് സർക്കാർ അങ്ങനെ തീരുമാനമെടുത്തത്. അതുമാത്രമായി അവസാനിപ്പിച്ചിട്ടില്ല, അതിനപ്പുറത്തേക്ക് ഒരു സൂപ്പർ ഡാൻസ് നടത്താൻ തീരുമാനിച്ചു. വാർഡംഗം A വേണുഗോപാലൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക K ശ്രീജ, K അതുല്യ, സ്റ്റാഫ് സെക്രട്ടറി K ഷാജി മാസ്റ്റർ, P അജിത്, A റഹീം എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നിർമ്മലഗിരി സെന്റ് മേരീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കന്യാസ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സംരക്ഷിക്കും മിഷണറിമാരെ, മതപരിവർത്തന
സ്വരാജ് ദേവാലയത്തിൽ നടന്ന പൊതുയോഗം തലശ്ശേരി അതിരൂപത വികാരി ജനറൽ ആന്റണി മുതുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. നേടിയതിനു ശേഷം നമുക്കറിയാം ഇതൊരു മതേതര രാഷ്ട്രമാണ്. സെക്കുലറിസം എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന നിയമമാണ്. ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ്, പ്രത്യേകിച്ചും ഇന്ന് ഭാരതം ഭരിക്കുന്ന BJP ഗവൺമെന്റ്, ഒരുപക്ഷെ അതിന്റെ പലതരത്തിലുള്ള സംഘടനകളുടെ പിൻബലത്തിൽ, വർഗീയ വിദ്വേഷം പുലർത്തുന്ന സംഘടനകളുടെ പിൻബലത്തിലാണ് ഇന്ന് ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ നമ്മുടെ ഭാരതത്തിലെ സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉന്നയിക്കുകയും കേസിൽ കൊടുക്കുകയും ജയിലിലടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമുക്കറിയാം ഭാരതത്തിൽ അനേകം സിസ്റ്റേഴ്സും വൈദികരും അകാരണമായി കുറ്റവിചാരണ ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകാരോട്ട് അധ്യക്ഷനായി. ഡോക്ടർ ജോസ് മേലട്ടുതടത്തിൽ, റവറൻ ഡോക്ടർ ലൂക്കോസ് മാടശ്ശേരി, ഡോക്ടർ സിസ്റ്റർ മേഴ്സി കുഞ്ഞത്തുപുരയിടം, സിസ്റ്റർ സിൻസി മരിയ, സിസ്റ്റർ ലിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തൊക്കിലങ്ങാടിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കൂത്തുപറമ്പിൽ സമാപിച്ചു. തലശ്ശേരി ഇസ്ലാമിക് സെന്റർ സേവന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് ഹോം കെയർ 2ാം ബാച്ചിലെ 51 വളണ്ടിയേഴ്സിന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. IMA തലശ്ശേരി ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ഇസ്ലാമിക് സെന്റർ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് ഹോം കെയർ വളണ്ടിയേഴ്സ് 2ാം ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയ 51 പേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടന്നത്. IMA തലശ്ശേരി ശാഖാ പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന സെക്രട്ടറി സുനിൽ മങ്ങാറ്റടം, ജമാഅത്തെ ഇസ്ലാമി തലശ്ശേരി ഏരിയ കൺവീനർ സഫരിയ ഷംസുദ്ദീൻ എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സേവന കേന്ദ്രം ഡയറക്ടർ NC മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. സീനിയർ ഡോക്ടർ COT മുസ്തഫ, MP അബ്ദുൾ റഹീം, ACM ബഷീർ, KM അഷ്വാഖ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. MCM ഷംസുദ്ദീൻ സ്വാഗതവും പാലിയേറ്റീവ് ഹോം കെയർ കൺവീനർ NK അർഷാദ് നന്ദിയും പറഞ്ഞു. സാമൂഹികമായിട്ട് നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോഴേ ഒരു പക്ഷേ അതിലേക്കൊക്കെ നമ്മൾ എത്തി നോക്കിയുള്ളൂ. നമ്മുടെയൊക്കെ തിരക്കിനിടയിൽ ഇതുപോലുള്ള നന്മ പ്രവർത്തനങ്ങൾ ധാരാളം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ധാരാളമായിരിക്കും. നമ്മുടെ രോഗികളൊക്കെ വരുമ്പോൾ പല ആളുകൾക്കും എല്ലാ അസുഖങ്ങൾക്കും ഒരു മാനസിക തലങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ പല അസുഖങ്ങൾക്കും, ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്ക് പോലും മാനസികമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ആളുകൾ ചോദിക്കുക ഞാനെന്താ ചെയ്യാന്നില്ല. നമുക്കൊരു ചിന്തയായിട്ട് എടുത്ത് കളയാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല അല്ലെ. ഒരു ഡിപ്രഷൻ വന്ന ആളുകൾക്കോ ഒരു ആൻസൈറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉപദേശം എന്താണ്? നിങ്ങൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മുടെ ചിന്ത കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ചിന്തയും നമ്മുടെ തലച്ചോറിൽ നമുക്ക് ഉന്മേഷം നൽകുന്ന ഹോർമോണൊക്കെ ഉണ്ട്, സെറട്ടോണിൻ, ഡോപ്പാമിൻ എന്നൊക്കെ പറയും. ഇതൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എപ്പോഴും വളരെ മികച്ച പ്രവൃത്തിയും സമൂഹത്തിന് ഗുണം ചെയ്യുന്നതിന് പുറമെ നമുക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലാണ് നിങ്ങൾ എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് ഇതിപ്പോ സമൂഹത്തിന് ചെയ്യുന്ന ഗുണങ്ങളൊക്കെയാണ് ഇവിടെ പ്രതിപാദിച്ചത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്ട് വളരെ വലുതായി. കൂത്തുപറമ്പ് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് ശനിയാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ Excelsior 2K25 എന്ന പേരിലാണ് ചടങ്ങ് നടക്കുകയെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K ഷൈമ അറിയിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ TP നഫീസ ബേബി മുഖ്യാതിഥിയായിരിക്കും. MES സംസ്ഥാന സെക്രട്ടറി SMS മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിക്കും. വിവിധ വകുപ്പ് മേധാവികളും മാനേജ്മെന്റ് PTA പ്രതിനിധികളും സംസാരിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ഒരുക്കുന്നു ഞങ്ങൾ
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. സ്ഥാനാർബുദ നിർണയ രംഗത്ത് വലിയ പുരോഗതികൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ 3D മാമോഗ്രാഫി സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ബ്രസ്റ്റ് ഇമേജിംഗ് ആൻഡ് ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഈ മാമോഗ്രാഫി യൂണിറ്റിലെ ദൃശ്യങ്ങൾ മുൻപ് ലഭ്യമായവയേക്കാൾ കൂടുതൽ വ്യക്തതയോടെയും കൃത്യതയോടെയും ലഭ്യമാകും. സംശയാസ്പദങ്ങളായ മുഴകൾ കൂടുതൽ വ്യക്തതയോടെ അവലോകനം ചെയ്യുവാൻ കോൺട്രാസ്റ്റ് മാമോഗ്രഫി എന്ന ഒരു സംവിധാനവും ഇതിനോടൊപ്പം ലഭ്യമാണ്. സ്റ്റീരിയോടാക്ടിക് ഗൈഡഡ് ബയോപ്സി സംവിധാനത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊരു സവിശേഷത. ഇവ ഉപയോഗിച്ച് USG സ്കാനിങ്ങിൽ പോലും വ്യക്തമാകാത്ത നേരിയ അസ്വാഭാവികതകളെ പോലും തിരിച്ചറിയാനാവും വിധം കൃത്യമായി നിർണയം നടത്താനും കഴിയും. അസിസ്റ്റന്റ് കളക്ടർ എഹ്തേദ മുഫാസിർ ഉദ്ഘാടനം ചെയ്തു. So we see that these equipments are still not accessible to vulnerable women, and breast cancer is definitely one of the major cancers that have been happening, but early diagnosis is hindering the process, what I feel. So this machine, I hope it detects it, it diagnoses it in an early phases, and may they receive timely care. So I appreciate this, I appreciate Aster MIMS, the whole hospital and all the doctors and staff, everybody. So my best wishes to everybody. Thank you. 3D ഡിജിറ്റൽ മാമോഗ്രഫി യൂണിറ്റിന്റെ പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉത്തര കേരളത്തിന്റെ സ്ഥാനാർബുദ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് ആസ്റ്റർ മിംസ് കണ്ണൂർ COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. ആസ്റ്റർ മിംസ് കണ്ണൂർ CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദരാജ്, HOD ഡോക്ടർ ദീപ രാജ്മോഹൻ, അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ഇമേജിംഗ് ഇൻചാർജ് ഡോക്ടർ R തുഷാര, ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ P ഗോപിക തുടങ്ങിയവർ ഡിജിറ്റൽ മാമോഗ്രഫിയുടെ ആവശ്യകതയും സവിശേഷതകളെയും കുറിച്ച് വിശകലനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ദന്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരളം ചൊക്ലി BRCയുടെ തനതു പരിപാടി എന്ന നിലയിൽ മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദന്തൽ സയൻസ് ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചൊക്ലി ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കു വേണ്ടി സംഘടിപ്പിച്ച സൗജന്യ ദന്തപരിശോധന ക്യാമ്പ് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു.
നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ സാധിക്കൂ. മാഹി ഡെന്റൽ കോളേജ് മലബാറിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഡെന്റൽ കോളേജായിട്ടാണ് അറിയുന്നത്. ഇവിടുത്തെ മെഡിക്കൽ സൗകര്യങ്ങളും മറ്റുമൊക്കെ തന്നെ വളരെ അത്യന്താധുനിക രൂപത്തിലേക്കുള്ളതാണ്. ഒരുപാട് ആളുകൾ അവിടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഡെന്റൽ കോളേജിൽ ചേർന്നുകൊണ്ട് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ മെഡിക്കൽ ക്യാമ്പുകളും മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ദന്തപരിശോധനയും അതുമായി ബന്ധപ്പെട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചത് നമ്മുടെ ഭാഗ്യമായിട്ടാണ് കാണേണ്ടത്. കാരണം അവിടെ പോയി കാത്തു നിന്ന് ഒരുപാട് കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ സൗജന്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാ പരിശോധനയും നടത്തുകയാണ്. വല്ല സർജറിയോ മറ്റോ വേണമെങ്കിൽ നമുക്കവിടെ ചെയ്യാൻ സാധിക്കും. ഇന്ന് എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് പല്ലിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ക്ലിനിക്കുകളും അടക്കമുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എല്ലാ അർത്ഥത്തിലും അത്യന്താധുനിക രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ കോളേജാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പുറമെ തനത് പരിപാടി എന്ന നിലയിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് MLA പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം നവാസ് പരത്തീൻ്റെവട അധ്യക്ഷനായി. DPO ഡോക്ടർ PK സബിത് പദ്ധതി വിശദീകരിച്ചു. ചൊക്ലി AEO K ബാബുരാജ് മുഖ്യാതിഥിയായി. ഡോക്ടർ നന്ദിത ചന്ദ്രൻ, CC നിശാനന്ദ് എന്നിവർ സംസാരിച്ചു. ചൊക്ലി BPC സുനിൽ ബാൽ സ്വാഗതവും K ശ്രീലയ നന്ദിയും പറഞ്ഞു. JF ആൻഡ് പോപ്പ് മ്യൂസിക് അക്കാദമി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. JF റോക്ക് ആൻഡ് പോപ്പ് മ്യൂസിക് അക്കാദമിയുടെ ഉദ്ഘാടനം ഫിലിം മ്യൂസിക് ഡയറക്ടർ തേജ് മെർവിൻ, കീബോർഡ് പ്ലെയർ ഡൊമിനിക് മാർട്ടിൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രത്യേകിച്ച് ജാക്കിൻ്റെ സ്കൂളായതുകൊണ്ട് ഞാൻ ഓർക്കസ്ട്രയിൽ ഗിറ്റാർ വായിക്കുന്ന കാലത്ത് തൊട്ടുള്ള ബന്ധമാണ് ജാക്കായിട്ട്. പിന്നെ ഡൊമിനിക്ക് എൻ്റെ കൂടെ കീബോർഡ് വായിക്കുന്ന ഡൊമിനിക്കിൻ്റെ കൂടെ കേരളത്തിലാണ് ജാക്കിനെ പറ്റി പറഞ്ഞു. ജാക്ക് എപ്പോൾ ലീവിന് വന്നാലും നമ്മൾ കാണാണ്ടിരിക്കില്ല. എന്തായാലും ഈ സ്കൂളിൽ നല്ല വരട്ടെ, കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാവട്ടെ, അക്കാഡമിക് ഇതിൽ ഈ സ്കൂൾ അറിയപ്പെടുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 35 വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഡൊമിനിക് മാർട്ടിൻ ആണ് അക്കാദമി ആരംഭിച്ചിരിക്കുന്നത്. 14 വർഷം യേശുദാസ്, ശങ്കർ മഹാദേവൻ, SP ബാലസുബ്രഹ്മണ്യം തുടങ്ങി അനേകം സിനിമ പിന്നണി ഗായകരുടെ കൂടെ കീബോർഡ് പ്ലെയറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 ഭരത് PJ ആന്റണി സ്മാരക നാഷണൽ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കും ഒരു സമഗ്രമായ സംഗീത പഠനാനുഭവം നൽകുകയാണ് അക്കാദമി ലക്ഷ്യമിടുന്നത്. സംഗീതം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നതോടൊപ്പം വിലപ്പെട്ട പ്രകടനാനുഭവങ്ങൾ നേടാനും വിദ്യാർത്ഥികൾക്ക് ഒരു വേദി ഒരുക്കുക എന്നത് അക്കാദമിയുടെ പ്രധാന ലക്ഷ്യമാണെന്നും ഇവർ പറഞ്ഞു.
മ്യൂസിക് അക്കാദമി ഡയറക്ടർ ജാക്ക് ഫെർണാണ്ടസ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് ഈസ്റ്റ് പാറാട് കണ്ണങ്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണങ്കോട് TPGM UP സ്കൂളിന് സമീപം പനോൽ ബിൽഡിംഗിലാണ് സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചത്. ആരോഗ്യ സേവന രംഗത്ത് പുത്തൻ ചുവടുവയ്പുമായി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് ഈസ്റ്റ് പാറാട് കണ്ണങ്കോട്ടും പ്രവർത്തനം ആരംഭിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ലത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അഷ്കർ അലി ആദ്യ വിൽപ്പന നിർവഹിച്ചു. പനോളിൽ കുഞ്ഞിക്കണ്ണൻ ഏറ്റുവാങ്ങി. മാനേജിംഗ് പാർട്ണർമാരായ വിജയരാഘവൻ, മനോജ്, സുനിൽകുമാർ, ദിലീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും വെറ്റിനറി മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റകളും കോസ്മെറ്റിക് ഫുഡ് സപ്ലിമെന്റ് തുടങ്ങിയവ പ്രത്യേക ഡിസ്കൗണ്ട് നിരക്കിൽ ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കൂത്തുപറമ്പിലെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് 2ാം വാർഷികത്തോട് അനുബന്ധിച്ച് കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർക്കായി പ്രത്യേകം ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ കൈമാറി. AJ ഗോൾഡ് ഡയമണ്ടിന്റെ മാനേജിംഗ് പാർട്ണർമാരായ ഹാറൂൺ റഷീദ്, ജാഫർ ഹംസ, KK അബ്ദുള്ള എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൂത്തുപറമ്പിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർക്കായി പ്രത്യേകം ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിൽ വിജയിച്ച സ്നേഹിത കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള സ്വർണ്ണ നാണയവും CDS അംഗങ്ങൾക്കുള്ള പ്രത്യേക ഉപഹാരങ്ങളും AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് പാർട്ണർമാരായ ഹാറൂൺ റഷീദ്, ജാഫർ ഹംസ, KK അബ്ദുള്ള എന്നിവർ ചേർന്ന് കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റതിനെ തുടർന്ന് ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തലശ്ശേരി SP ഓഫീസിൽ നടന്ന ചർച്ചയിൽ സമരം നിർത്തിവെക്കാൻ ധാരണയായെന്ന് യൂണിയൻ നേതാക്കൾ പറയുമ്പോൾ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3 കിലോയോളം കഞ്ചാവ് കണ്ടെത്തി. കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ പോലീസ് 2ാം പ്ലാറ്റ്ഫോമിൽ നടത്തിയ പരിശോധനയിൽ. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളായ 4 അംഗ സംഘത്തെ തലശ്ശേരി പോലീസ് പിടികൂടി. വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരുമെന്ന് പോലീസ്. സംഘപരിവാറിന്റെ വേട്ടയ്ക്കിരയാകുന്ന തിരുവസ്ത്രധാരികളായ ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് മുനിസിപ്പൽ തല സമ്മേളനങ്ങൾ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.
നമസ്കാരം.